ഒരു 2 അല്ലെങ്കിൽ 3 വയസ്സായിട്ടുള്ളൊരു കുട്ടി ബ്രെയിനിൻ്റെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം ലാംഗ്വേജ് പറഞ്ഞു തുടങ്ങും. ഒരു ബ്രെയിന് പൂർണ്ണ വളർച്ചയിലേക്ക് എത്തിയിട്ടുള്ള ഓൾറെഡി ഒരുപാട് വൊക്കാബുലറീസ് അറിയുന്ന ഇംഗ്ലീഷിൽ കുറേ വേർഡ്സ് ഓൾറെഡി അറിയാം, എന്നിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാനും അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാനും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? കിഡ്സ് ലാംഗ്വേജ് പഠിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് ലാംഗ്വേജ് പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. ജോലി ആവശ്യത്തിന് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ UK ജോലി കിട്ടി പോവാണ്, അല്ലാന്നുണ്ടെങ്കിൽ US. അപ്പോൾ അവരുടെ എൻവയൺമെൻറ്റ് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിട്ട് സറൗണ്ടഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കിഡ്സ് മലയാളം സംസാരിക്കുന്ന എൻവയൺമെൻറ്റിൽ പെട്ടുപോകുന്ന പോലെ ഈ അഡൾട്ടായിട്ടുള്ള ആൾക്കാർ, പ്രായമായിട്ടുള്ള ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു എൻവയൺമെൻറ്റിൽ പെട്ടുപോകുമ്പോൾ ഇതേ ഒരു സിറ്റുവേഷൻ അവിടെ സിമുലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതേ ഒരു സിറ്റുവേഷൻ അവിടെ റീക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. കിഡ്സ് ഏത് രീതിയിലാണോ പഠിക്കുന്നത്, കുട്ടികൾ ഏത് രീതിയിലാണോ പഠിക്കുന്നത്, അതേ വേഗത്തിലും അതേ എഫക്റ്റീവ്നെസ്സിലുമാണ് അവർ പഠിക്കുന്നത്. കാരണം സെയിം സിനാരിയോസ് ആണ്, സെയിം എൻവയൺമെൻ്റ് ആണ്. ഒരു കുട്ടി മലയാളം സംസാരിക്കുന്ന എൻവയൺമെൻറ്റിൽ സ്റ്റക്കാണ്, ഒരു ജോലി അന്വേഷിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അഡൾട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന എൻവയൺമെൻറ്റിൽ സെറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇയാൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടീംസും ലാംഗ്വേജ് പഠിക്കാൻ ഉപയോഗിച്ച മെത്തേഡ് നമ്മൾ സിമുലേറ്റ് ചെയ്താൽ, അത് റീക്രിയേറ്റ് ചെയ്താൽ നമുക്കും അതേ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും എഫക്റ്റീവായിട്ട്. അധികം ടൈമൊന്നും വേണ്ട. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കിഡ്സും മൈഗ്രേറ്റ് ചെയ്യുന്ന ഈ ആൾക്കാരും ലാംഗ്വേജ് ഏത് രീതിയിലാണോ പഠിച്ചത് അതേ രീതിയിൽ നമുക്കെങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. കിഡ്സ് പഠിച്ച രീതിയും ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ പഠിക്കുന്ന രീതിയും ഒന്ന് കമ്പയർ ചെയ്യാം. ജസ്റ്റ് രണ്ടും ഒരേ രീതിയാണ്, പക്ഷേ ഒന്ന് കമ്പയർ ചെയ്യാം. കിഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കിഡ്സിന് റൈറ്റ് എൻവയൺമെൻറ്റ് ഉണ്ട്. പാരൻസ് മലയാളം സംസാരിക്കുന്നത്, സൊസൈറ്റി മൊത്തം മലയാളമാണ് സംസാരിക്കുന്നത്. ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരോ ആ ആൾക്കാർക്കും നല്ലൊരു എൻവയൺമെൻറ്റ് ഉണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും. ഈ മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് മൈഗ്രേറ്റ് ചെയ്തിട്ട് വേറെ ലാംഗ്വേജ് ഒന്നും സംസാരിക്കാത്ത സിറ്റുവേഷനിൽ പെട്ടുപോകുന്ന ആൾക്കാരാണ് കേട്ടോ. അല്ലാതെ ഒരു ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്തു, അവിടെ ഒരു മലയാളം കമ്മ്യൂണിറ്റി ഉണ്ട്, ആ കമ്മ്യൂണിറ്റീൻ്റെ കംഫർട്ടിൽ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ലാംഗ്വേജ് പഠിക്കില്ല. നേരെ മറിച്ച് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ പെട്ടുപോയാൽ, അവിടെ സ്റ്റക്കായാൽ അവർ ഈ കിഡ്സ് പഠിക്കുന്ന അതേ രീതിയിലാണ് പഠിക്കുക.